ഇന്നേക്ക് ചില വർഷങ്ങൾക്ക് പുറകിൽ ഡാളസ്, ഞാൻ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലാണ്, റിപ്പോർട്ടുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിന് മുൻപിൽ ഒരു സഹോദരി പറഞ്ഞ സാക്ഷ്യം എടുത്തുദ്ധരിക്കുക. ഡാളസ് പ്രസ്ബിറ്റേറിയൻ ഹോസ്പിറ്റൽ, ആ ഹോസ്പിറ്റലിൽ ഒരു സഹോദരി, സിലു എന്നാണ് അവളുടെ പേര്, അവൾ മരണത്തോട് അടുക്കുകയാണ്. പെട്ടെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു ഓപ്പറേഷൻ നടക്കണം, ഹാർട്ടിന്റെ റേറ്റ് കുറയുന്നു, ലങ്സിന്റെ പ്രവർത്തനം നിലയ്ക്കാൻ തുടങ്ങുന്നു. പെട്ടെന്ന് വെന്റിലേറ്റർ കണക്ട് ചെയ്തു. സ്തോത്രം. വാതിക്കലിരിപ്പുണ്ടായിരുന്നു ഭർത്താവും കുടുംബാംഗങ്ങളും. ചെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു ആളിന്റെ ഹാർട്ടിന്റെ പ്രവർത്തനം കുറയുന്നു, ലങ്സിന്റെ പ്രവർത്തനം കുറയുന്നു. പെട്ടെന്ന് വെന്റിലേറ്റർ കണക്ട് ചെയ്യാൻ തുടങ്ങുന്നു. അറിയിക്കേണ്ടവരെ അറിയിച്ചു കൊള്ളുക. അറിയിച്ചു, വെന്റിലേറ്റർ കണക്ട് ചെയ്തു, ഓപ്പറേഷൻ എന്ന് കുഞ്ഞിനെ പുറത്തെടുത്തു. പക്ഷേ മരണത്തിലേക്ക് നീങ്ങുകയാണ് ഈ സഹോദരി. ആ വിവരം അറിഞ്ഞ് സ്ഥലം സഭാ പാസ്റ്ററും ചില ദൈവമക്കളും ആ ഹോസ്പിറ്റലിൽ ഓടിയെത്തി. അവരവിടെ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, ഞങ്ങളുടെ സഹോദരിയുടെ ഡെഡ് ബോഡിയുമായി ഞങ്ങൾക്ക് നാളെ ഫ്യൂണറൽ ഹോമിൽ പോകാൻ ഇടയാകരുത്. ഉത്തരവാദിത്തങ്ങൾ തീർന്നിട്ടില്ല, പിഞ്ചു കുഞ്ഞുങ്ങളെ വളർത്തേണ്ടതുണ്ട്. നീ അവളുടെ ജീവനെ മടക്കി കൊടുക്കണമേ. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ ഉറപ്പ് പറയാം, സമയമാകുന്നതിന് മുൻപ് നിന്റെ ജീവന്റെ മേൽ കൈവെക്കാൻ മരണദൂതന്റെ തണുത്ത കരങ്ങൾ ഉയർന്നാൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ പ്രാർത്ഥനയ്ക്ക് മുൻപിൽ അതിനെ മുറിച്ചു മാറ്റാനുള്ള ദൈവശക്തി വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഈ രാത്രിയും വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. എന്തിന്? രാവിലെ 6 മണി സഹോദരി സിലു ജീവനിലേക്ക് കണ്ണു തുറന്നു. ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ആ സഹോദരിയുടെ സ്വന്തം വാക്കുകളിലാണ്. അവൾ പറഞ്ഞത് ഇങ്ങനെയാണ്: എൻ്റെ ശരീരത്തിലെ അവസ്ഥയിൽ എൻ്റെ ശരീരം കാല് മുതൽ കൊടും ശൈത്യം അനുഭവിപ്പാൻ തുടങ്ങിയ പ്രത്യേക സമയം, അത് നെഞ്ചിലേക്ക് ശൈത്യം കയറി വന്ന് നെഞ്ചിന് മുകളിലേക്ക് ശൈത്യം ഉയർന്നതോടെ അവൾ പറയുകയാണ്, എന്റെ ശരീരത്തിനകത്തു നിന്ന് തൂവൽ പോലെ ഭാരം കുറഞ്ഞ ഒരു രൂപത്തിൽ ഞാൻ ബോഡിയിൽ നിന്ന് പുറത്തായി. എന്നെ ഡോക്ടേഴ്സ് ഉപകരണങ്ങൾ വെച്ച് ചെക്ക് ചെയ്യുന്നതും പോയല്ലോ എന്ന് പറയുന്നതും വെന്റിലേറ്റർ കണക്ട് ചെയ്യുന്നതും ഞാൻ മാറി നിന്ന് നേരിട്ട് കണ്ടു. ദൈവത്തിന് സ്തോത്രം. ഞാൻ അതിവേഗം യാത്രയായി. ഇന്ന് രാത്രി ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ധനവാന്റെ ലാസറിന്റെ ഈ സംഭവകഥ ഓർത്ത് ദൈവകൃപ പ്രാപിച്ച ദൈവമക്കൾ സ്തോത്രം ചെയ്യണം. ഈ ലോകത്തിൽ നിന്റെ പേര് ഇവിടുത്തെ മണ്ണ് കയ്യാലയിൽ എഴുതിയില്ലെങ്കിലും ജീവന്റെ പുസ്തകത്തിൽ നിന്റെ പേര് എഴുതിയിട്ട് രക്ഷകൻ അതിനെ കുറിച്ച് ഓർമ്മയുണ്ടെങ്കിൽ ഞാൻ ഭാഗ്യവാനാണ് എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ഇവിടുത്തെ കർത്താവിനെ ആരാധിക്കുന്ന രാത്രിയാകട്ടെ. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് അവൾ പറയുകയാണ്, അതിവേഗം ഞാൻ യാത്രയായി. ഞാൻ ഒരു വിശാല പ്രതലത്തിലെത്തി. നോക്കിയപ്പോൾ ഒരു സ്വർണ്ണ കവാടം, അതിന്റെ വാതിക്കൽ വെള്ളിച്ചിറകുള്ള ഒരു ജ്വലിക്കുന്ന മാലാഖ കാവൽ നിൽക്കുന്നു. അതിന്റെ കവാടം അല്പം തുറന്നിട്ടുണ്ട്. ആകാംക്ഷയോടെ ഞാൻ അങ്ങോട്ട് അടുത്ത് ചെല്ലുമ്പോൾ അതിനകത്തെ സന്തോഷം ഞാൻ കണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞു, എന്നെ ആരും ഭൂമിയിലേക്ക് തിരിച്ചു കൊണ്ടുപോകല്ലേ, ഇത് മതി എനിക്ക് എന്ന് പറഞ്ഞ് കവാടത്തോട് അടുക്കാൻ തുടങ്ങുമ്പോൾ ആ വലിയ മാലാഖ ഭൂമിയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, നിന്റെ സമയം ഇതുവരെ വന്നിട്ടില്ല. നിന്റെ ഭർത്താവും മക്കളും ഒരു സഭയും നിനക്കായി പ്രാർത്ഥിക്കുന്നു, മടങ്ങിപ്പോകൂ. ശബ്ദം ഉയർന്നു വന്നതും ഞാൻ ബോഡിയിൽ തിരിച്ചു കയറിയതും ഒരുപോലെയാണ്. ഈ രാത്രി ഈ വചനം അകത്ത് വ്യാപരിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ പറയണം, ഈ ന്യായവിധിയുടെ തീക്കുണ്ടത്തിൽ നിന്ന് നിന്റെ ജീവനെ തിരിച്ചെടുക്കാനാണ് സുവിശേഷത്തിന്റെ ശബ്ദം ഇവിടെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്റെ കൂടെപ്പിറപ്പെ, നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയെ തകർത്ത് നിന്നെ നിത്യ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ വാദിച്ചു കൊണ്ടിരിക്കുന്ന പൈശാചിക താവളങ്ങളെ ഈ രാത്രി തകർക്കാൻ കഴിവുള്ള ഒരു ശക്തി വിശേഷം ഈ ഗ്രൗണ്ടിൽ വ്യാപരിക്കുന്നുണ്ട്. അത് യേശുവിന്റെ പരിശുദ്ധ രക്തമാണ്. ഈ രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ കാലുവറയിൽ കണ്ണുകൾ ഉയർത്തിയാൽ നിന്റെ ന്യായവിധി മാറ്റാൻ യേശുവിന്റെ രക്തത്തിന് ശക്തിയുണ്ട്.